വയനാട്ടിൽ പ്രിയങ്ക തരംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ ആധിപത്യം കാഴ്ചവെച്ച് വയനാട്ടിൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ തേരോട്ടമാണ് നടക്കുന്നത്. വോട്ടെണ്ണൽ പുരോഗമിക്കവേ പാലക്കാട് ത്രില്ലടിപ്പിച്ച് ലീഡ് നില മാറിയിരിക്കുകയാണ്. ചേലക്കര ചെങ്കോട്ടയാക്കി LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ബഹുദൂരം മുന്നിലാണ്. പാലക്കാട് ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായി എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മികച്ച വിജയം നേടുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. കോൺഗ്രസ് വിട്ടുവന്ന P സരിനിലൂടെ ഏറെക്കാലത്തിന് ശേഷം മണ്ഡലം പിടിക്കാമെന്ന് കണക്കുകൂട്ടലിലായിരുന്നു LDF. നിയമത്തിനു ശേഷം കൃഷ്ണകുമാറിലൂടെ പാലക്കാട് രണ്ടാമത്തെ അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു BJP. 7ാം റൗണ്ടിൽ പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് ലീഡ് തിരിച്ചുപിടിച്ചിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ പിന്നിലായിട്ടുണ്ട്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് 2 ലക്ഷം കടന്നു. 2,18,631 വോട്ടിന്റെ ലീഡാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കുള്ളത്. ചേലക്കരയിൽ LDFിലെ UR പ്രദീപ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതിനിടെ വീട്ടിലേക്ക് മടങ്ങി LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി. ആദ്യ റൗണ്ട് മുതലുള്ള ഫലം പുറത്തുവന്നപ്പോഴേ UDF സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധിക്ക് തന്നെയായിരുന്നു ലീഡ്. പരാജയം ഉറപ്പായതോടെ വോട്ടെണ്ണൽ പകുതിയാകും മുൻപാണ് സത്യൻ മൊകേരി വീട്ടിലേക്ക് മടങ്ങിയത്. നിലവിൽ പ്രിയങ്കയുടെ ഭൂരിപക്ഷം 2 ലക്ഷം കടന്നിരിക്കുകയാണ്. പണം ഞങ്ങൾ തരും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ 5 ലക്ഷം ഭൂരിപക്ഷം നേടാൻ സാധ്യതയില്ലെങ്കിലും പ്രിയങ്കയുടെ ഭൂരിപക്ഷം 4 ലക്ഷം കണക്കാക്കുന്നുണ്ട് UDF. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.